ഇടതുപക്ഷം ഒപ്പുവെച്ച അല്ലെങ്കിൽ അന്നറിയാലോ ഒരു MP ഇടനിലക്കാരനായി ഒപ്പുവെച്ച അതിന്റെ പണം സ്വീകരിച്ചിട്ടുള്ള കരാർ നടപടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കി. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഒപ്പുവെച്ച ഒരു കാര്യത്തെ പിറ്റേ ദിവസം വരുമ്പോൾ ആ ഗവൺമെന്റ് പോകുന്നതോടുകൂടി ഇല്ലാതാവണില്ല. ഒരു ഗവൺമെന്റ് തുടർച്ചയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയകൾക്കൊക്കെ അറിയാം. അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അതിന് കൃത്യമായിട്ട് റോജി എം ജോൺ മെനഞ്ഞാന്നൊരു കൃത്യമായ മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മരവിപ്പിച്ചിട്ടുമില്ല, ഒന്നും മരവിപ്പിച്ചില്ല. അങ്ങനെയാണ് പൈസ ഇവിടെ വന്ന് വരില്ലല്ലോ. പൈസ ഫണ്ട് സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചല്ലോ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ വാദം പൊളിയുന്നു. കേന്ദ്രം അനുവദിച്ച 99 കോടി രൂപ PM ശ്രീ ഫണ്ടല്ല എന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചു. PM ശ്രീയിൽ കേരളം നിലപാട് അറിയിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഫണ്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. പകരം SSK കുടിശ്ശിക ഇനത്തിലുള്ള ഫണ്ടാണ് 99 കോടി PM ശ്രീ പദ്ധതി ഒപ്പിട്ട ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ PM ശ്രീ ഫണ്ടും ഈ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും നടന്നിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. 1065 കോടി രൂപയാണ് ആകെ SSK ഫണ്ടിനത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയായി ബാക്കിയുള്ളത്.